Hello everyone, welcome to Jupiter SSLC. It's me, Nafi. Yes! നമ്മുടെ ഓണം എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ഈ ഓണം എക്സാമിൽ ജോഗ്രഫിയിലെ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊന്നും എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് മീ നാഫി. നിങ്ങൾ ആദ്യം 2 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും എത്ര ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ എടുത്ത ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ജോഗ്രഫിയിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരട്ടെ. ലിങ്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്തിട്ടോ. അപ്പോൾ നമുക്ക് അധിക പരിപാടി നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, വിച്ച് ആർ ദി ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് ട്രാൻസ്ഫർ. അന്തരീക്ഷ താപ വിപണനത്തിനുള്ള വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആവാൻ, താപം ഇങ്ങനെ പരക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? കണ്ടക്ഷൻ അഥവാ താപചാലനം. എന്താണ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ, ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു ദ ലോവർ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ദ സർഫസ് ഓഫ് ദി എർത്ത്. അല്ലേ, അതായത് നമ്മുടെ ഭൂമി എന്ത് ചെയ്യാണ്, ഭൂമിയുടെ ഏറ്റവും അടുത്ത അന്തരീക്ഷത്തിന്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യാണ്, താപം ഇങ്ങനെ പരക്കുക. ഭൂമിയുടെ ഏറ്റവും താഴെയുള്ള അന്തരീക്ഷത്തിന്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, താപം ഇങ്ങനെ പോകുന്നു. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, താപചാലനം. രണ്ടാമത്തെ എന്താ, കൺവെക്ഷൻ അഥവാ സംവഹനമാണ്. ദ ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസ് അപ്പ്. അല്ലെ, ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് പോവാം. ചൂടായിട്ടുള്ള വായു എന്ത് ചെയ്യുന്നു, വികസിച്ച് എന്ത് ചെയ്യാണ്, മുകളിലേക്ക് പോവാണ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കൺവെക്ഷൻ അഥവാ സംവഹനം. മൂന്നാമത്തെ എന്താ, അഡ്വെക്ഷൻ അഥവാ അഭിവഹനമാണ്. ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഹൊറിസോണ്ടലി ത്രൂ ദ വിൻഡ്. അല്ലെ, എന്ത് ചെയ്യാണ്, കാറ്റിന്റെ സഹായത്തോടു കൂടി കാറ്റ് എങ്ങോട്ടേക്കാണോ വീശുന്നത് അതിന്റെ ഡയറക്ഷനിൽ തന്നെ എന്ത് ബ്ലോ ചെയ്യുന്നു, എന്ത് പോകുന്നു, ഹീറ്റ് അഥവാ താപം. അപ്പൊ കാറ്റ് ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഹീറ്റ് താപം അങ്ങോട്ടേക്ക് പോകും, കാറ്റ് ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഹീറ്റ് താപം ഇങ്ങോട്ടേക്ക് പോകും. അതിനെ വിളിക്കുന്ന പേരാണ് അഡ്വെക്ഷൻ അഥവാ അഭിവഹനം. അടുത്തേതാ, റേഡിയേഷൻ അഥവാ വികിരണമാണ്. എമിഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് സ്പേസ് ടു ദ ഔട്ടർ സ്പേസ്. അല്ലെ, ശൂന്യാകാശത്തേക്ക് അല്ലെങ്കിൽ ഭൂമിയുടെ പുറത്തേക്ക് എന്ത് ചെയ്യുക, ദീർഘ തരംഗങ്ങളായിട്ട് സൗരോർജ്ജം അല്ലെങ്കിൽ സൂര്യതാപം പോവുക. അതിന് വിളിക്കുന്ന പേരാണെന്ത്, റേഡിയേഷൻ. അപ്പോൾ ഇത് പഠിച്ചു വെക്കണേ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടക്ഷൻ, അതായത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് ട്രാൻസ്ഫർ, അന്തരീക്ഷ താപ വിപണനത്തിനുള്ള വിവിധ രീതികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടക്ഷൻ അഥവാ താപചാലനമാണ്. രണ്ടാമത്തെ കൺവെക്ഷൻ അഥവാ സംവഹനമാണ്. മൂന്നാമത്തെ അഡ്വെക്ഷൻ അഥവാ അഭിവഹനമാണ്. നാലാമത്തെ റേഡിയേഷൻ അഥവാ വികിരണമാണ്. അടുത്തത് നിങ്ങളുടെ ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ 5 മാർക്ക് ചോദിച്ചിട്ടില്ലെങ്കിലും ഏതെങ്കിലും 2-3 മാർക്കിനൊക്കെ എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. താപനില വിതരണത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ വിശദീകരിക്കുകയാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഒന്ന്, ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശ സ്ഥാനമുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരമുണ്ട്. ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത്. ഡിസ്റ്റൻസ് ഫ്രം ദി സീ, സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഓഷ്യൻ കറന്റ്, സമുദ്രജല പ്രവാഹം. റിലീഫ് അഥവാ ഭൂപ്രകൃതി. ദീസ് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എവിടുന്നാണ് കിട്ടുക, ഇപ്പം തന്നെ കിട്ടും, ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ് എഫക്ട് ചെയ്യുന്നത്? ദ സൺറൈസ് ആർ ഫോളിംഗ് വേർട്ടിക്കലി ഓവർ ദി ഇക്വേറ്റർ. നമ്മുടെ ഭൂമധ്യരേഖയുടെ ഭാഗത്തേക്ക് സൂര്യരശ്മികൾ എന്ത് ചെയ്യുന്നു, ലംബമായി പതിക്കുന്നു. സോ ദ ഏരിയ വേർ ദ സൺറൈസ് ആർ ഫോളിംഗ് വേർട്ടിക്കലി, ദാറ്റ് ഏരിയ ഗെറ്റ് എക്സ്പീരിയൻസ് ഹൈ ടെമ്പറേച്ചർ. അല്ലേ, അതായത് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് എവിടെയാണോ അവിടെ എന്ത് കൂടുതലായിരിക്കും, ചൂട് അഥവാ താപം കൂടുതലായിരിക്കും. അങ്ങനെ താപം കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഇത് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ. വൈൽ മൂവിങ് ടു ദി പോൾസ്, ഇങ്ങോട്ടേക്കൊക്കെ എന്ത് കുറവാണ്, സൺറൈസിന് എമൗണ്ട് കുറവാണ്. അതിനുള്ള കാരണം എന്താ, ഈ നമ്മുടെ എർത്ത് ടിൽറ്റഡ് ആണല്ലേ, ഭൂമി ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ ആ ഭാഗത്തേക്ക് 2 പോളിലേക്ക് നിന്നുള്ള സ്ഥലങ്ങളിൽ എന്ത് കുറയും, ടെമ്പറേച്ചർ കുറയാൻ. അതിനുള്ള കാരണം എന്താ, അവിടേക്ക് എത്തുന്ന സൺറൈസ് അഥവാ സൂര്യരശ്മികളുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് എങ്ങനെ എഫക്ട് ചെയ്യുക, 0 ഡിഗ്രിയുടെ ഭാഗത്ത്, അതായത് എർത്തിൻ്റെ സെൻറ്റർ അഥവാ ഭൂമധ്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് എന്ത് കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂടും. വൈൽ മൂവിങ് ടു ദി പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കുറയും. രണ്ടാമത് എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരമാണ്. അതിനൊരു കണക്കുണ്ട്. എങ്ങനെയാണ് കണക്ക്? ഫോർ ഈച്ച് 1 kilometer of height there is a decrease of 6.4 degrees Celsius. ഓരോ കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുന്തോറും 6.4 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് എന്ത് കുറയുന്നുണ്ട്, ടെമ്പറേച്ചർ അഥവാ താപം കുറയുന്നുണ്ട്. ഫോർ ഈച്ച് 1 kilometer of height there is a decrease of 6.4 degrees Celsius. ഓരോ കിലോമീറ്റർ ഹൈറ്റിലേക്ക് പോകുന്തോറും 6.4 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് എന്ത് കുറയുന്നുണ്ട്, ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അതായത് നമുക്ക് ഈ വയനാടും ഇടുക്കിയും മൂന്നാറൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് ഭയങ്കര തണുപ്പ് അനുഭവപ്പെടുന്നത്. മൂന്നാമത് എന്താ, ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ ആണ്. ഈ കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂട് പിടിക്കുന്നതാണ് അല്ലേ. അതായത് എന്താ, ഈ ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് സോ ക്വിക്ലി എന്ന് പറയാം. കര എന്ത് ചെയ്യും, പെട്ടെന്ന് ചൂടാകും. ബട്ട് ദ ഓഷൻ
ഹീറ്റഡ് വെരി സ്ലോലി, വളരെ പതുക്കെ മാത്രമേ ആര് ചൂടാവുള്ളൂ, കടൽ ചൂടാവുള്ളൂ. അതായത് പകൽ സമയത്ത് എന്ത് കൂടുതലായിരിക്കും, കരപ്രദേശത്ത് ചൂട് കൂടുതലും, കടൽ പ്രദേശത്ത് എന്ത് കുറവാണ്, ചൂട് കുറവാണ്. അതേപോലെ തന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, നൈറ്റ് ടൈമിൽ കര പെട്ടെന്ന് തണുക്കും. അതായത് പെട്ടെന്ന് ചൂടാകുന്നതും പെട്ടെന്ന് തണുക്കുന്നതും ആരാണ്, ലാൻഡ് അഥവാ കരയാണ്. ഓഷൻ വളരെ പതുക്കെ മാത്രമേ ചൂടാവൂ, വളരെ പതുക്കെ മാത്രമേ തണുക്കൂ. അടുത്തത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ. അതായത് നമ്മൾ നോക്കിയാൽ നമ്മളിപ്പോൾ കേരളത്തിലുള്ള ആളാണ്, എസ്പെഷ്യലി ഞാനൊക്കെ കോഴിക്കോട് കോസ്റ്റൽ ഏരിയ, കടലിനോട് 8 കിലോമീറ്റർ ഇപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ എന്തായിരിക്കും, ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ അഥവാ ഒരു മിതമായ കാലാവസ്ഥയാണ്. അതായത് ദ കോസ്റ്റൽ റീജിയൻ എക്സ്പീരിയൻസിങ് എ മോഡറേറ്റ് ടെമ്പറേച്ചർ. ഈ ഒരു തീരപ്രദേശങ്ങൾ എപ്പോഴും എന്ത് അനുഭവപ്പെടുന്നു, മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അതിനുള്ള കാരണം എന്താ, സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് ആട്ടോ. കടൽക്കാറ്റും കരക്കാറ്റും സ്ഥിരമായി വീശുന്നത് കൊണ്ട് തന്നെ ദ കോസ്റ്റൽ ഏരിയ എക്സ്പീരിയൻസിങ് മോഡറേറ്റ് ടെമ്പറേച്ചർ, മിതമായ കാലാവസ്ഥ എന്ത് ചെയ്യുന്നു, അനുഭവപ്പെടുന്നു. അപ്പം കോസ്റ്റൽ ഏരിയ അഥവാ തീരപ്രദേശങ്ങൾ എന്തായിരിക്കും, എപ്പോഴും മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. എന്നാൽ ഉൾഭാഗങ്ങളിൽ ഇൻറ്റീരിയർ ലാൻഡ് പാർട്സിൽ എന്താണ്, പകൽ സമയത്ത് നല്ല ചൂടും രാത്രി സമയത്ത് എന്തായിരിക്കും, നല്ല തണുപ്പും ആയിരിക്കും. അടുത്താണ് ഇത് ഓഷ്യൻ കറൻസ്. അല്ലെ, ഈ ഓഷ്യൻ കറൻസ് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വാട്ടർ ആണ്. സമുദ്രജലം തുടർച്ചയായിട്ട് ചലിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഓഷ്യൻ കറൻസ് അഥവാ സമുദ്രജല പ്രവാഹങ്ങൾ. ഇത് വാം കറണ്ടും ഉണ്ട്, കോൾഡ് കറണ്ടും ഉണ്ട്, ശീതജല പ്രവാഹമുണ്ട്, ഉഷ്ണജല പ്രവാഹമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്തുകൂടി വാം കറണ്ട് അഥവാ ഉഷ്ണജല പ്രവാഹമാണ് പോകുന്നത് വിചാരിക്കുക. അപ്പോൾ ഒരു ഏരിയയിൽ കൂടെ വാം കറണ്ട് അഥവാ ഉഷ്ണജല പ്രവാഹം പോകുമ്പോൾ അവിടെ എന്ത് കൂടും, ടെമ്പറേച്ചർ അഥവാ താപം കൂടും. ഒരു ഏരിയയിലൂടെ വാം കറണ്ട് അഥവാ ഉഷ്ണജലം പോകുമ്പോൾ ആ ഏരിയയിൽ എന്ത് കൂടും, ടെമ്പറേച്ചർ അഥവാ താപം കൂടും. ഒരു ഏരിയയിലൂടെ കോൾഡ് കറണ്ട് അഥവാ ശീതജലം പോകുമ്പോൾ അവിടുത്തെ എന്ത് കുറയും, ടെമ്പറേച്ചർ അഥവാ താപം കുറയും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കൂടി ഒരു വാം കറണ്ട് പോവുകയാണെങ്കിൽ സംഭവിക്കുക, ചൂട് ചൂട് ചൂട്. ഇപ്പോൾ ഒരു കോൾഡ് കറണ്ട് ശീതജലം പോകാൻ എന്താ സംഭവിക്കുക, തണുപ്പ് തണുപ്പ് തണുപ്പ്, അത്രയേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്, റിലീഫ് അഥവാ ഭൂപ്രകൃതിയാണ്. എന്താണ് റിലീഫ് അഥവാ ഭൂപ്രകൃതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. അതായത് ഇങ്ങനൊരു സ്ഥലം വിചാരിക്കുക, ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, സൺറൈസ് വേർട്ടിക്കലി ഹിറ്റിംഗ്. ഈ മലയുടെ ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യാണ്, സൺറൈസ് വേർട്ടിക്കലി ഹിറ്റ് ചെയ്യാണ്. എന്നാൽ ഇങ്ങോട്ടേക്കൊക്കെ എത്തുന്ന സൺറൈസിന് എമൗണ്ട് എന്താണ്, കുറവാണ്. അപ്പോൾ സൺറൈസ് വേർട്ടിക്കലി ഹിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സൺറൈസ് കൂടുതലായിട്ട് എത്തുന്ന സ്ഥലങ്ങളിൽ എന്ത് കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഈ മലയുടെ നേരെ മുകളിൽ പോയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഇത്തിരി ചൂട് അനുഭവപ്പെടാറുണ്ട്. അതിനുള്ള കാരണം എന്താ, ഏറ്റവും ആദ്യം സൺറൈസ് അല്ലെങ്കിൽ സൂര്യരശ്മികൾ എത്തിങ്ങോട്ടാണ്, ആ ഒരു മുകളിലേക്കാണ്. അപ്പോൾ ഉയരം കൂടിയ സ്ഥലങ്ങളുടെ മുകൾ ഭാഗത്ത് ഏറ്റവും ടോപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് സൺറൈസ് കൂടുതലായിട്ട് എത്തുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ചൂട് അനുഭവപ്പെടും. അതിനുള്ള കാരണം എന്താ, ഏത് ഭാഗത്താണോ കൂടുതൽ സൺറൈസ് എത്തുന്നത് അവിടെ എന്ത് കൂടുതലായിരിക്കും, ചൂട് കൂടുതലായിരിക്കും. സൺറൈസ് കുറച്ചെത്തുന്ന സ്ഥലങ്ങളിൽ എന്ത് കുറവായിരിക്കും, ചൂട് കുറവായിരിക്കും. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതിന് പുറമെ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരുന്നുണ്ട്. ഈ ഒരു ഹോംവർക്കിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ. ഈ ഒരു ഹോംവർക്കിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ഇതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ വേണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റഡി ടിപ്പ് വേണമെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തു, ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അവിടെ തരുന്നുണ്ട്. അപ്പോൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ, ഒന്ന് മെസ്സേജ് അയച്ചോ. നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ സെറ്റാക്കാം. ഒരു ഹോംവർക്ക് കൂടി തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് മതി. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.